പന്തലാംപാടം പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു. പന്തലാംപാടം ഇടവകയാണ് എൻ്റെ. ആദ്യമേ തന്നെ ഞാൻ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ 2020 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ സാക്ഷ്യം പറയാൻ വൈകിയതിന് അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഇതെൻ്റെ പപ്പയാണ്. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. അതിൽ എനിക്കും എൻ്റെ അനിയത്തിക്കും വിവാഹത്തിന് വേണ്ടി 30 ലക്ഷം ലോൺ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പലിശയൊക്കെ കയറി അടയ്ക്കാൻ പറ്റാണ്ട് 10 വർഷങ്ങളായിട്ട് നീണ്ടു നിന്നു. അപ്പോഴേക്കും 60 ലക്ഷത്തോളമായി. അപ്പോൾ ഏതാണ്ട് ജപ്തി നോട്ടീസിൻ്റെ വിളി വന്നു. അപ്പോൾ ആകെ ബുദ്ധിമുട്ടിലായി. സ്ഥലം കച്ചവടമാക്കാനായിട്ട് കുറേ ഓടി നടന്നു. പക്ഷേ ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ ഉടമ്പടിയെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഞാനിവിടെ 20/2/2020 ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ വീടിൻ്റെ 4 അതിർത്തികളിലും ഉടമ്പടി ഉപ്പും തൈലവും ചേർത്ത് പ്രാർത്ഥിച്ചു. പിന്നെ പപ്പ വന്ന് അഖണ്ഡ ജപമാലയിൽ വന്ന് പപ്പയും അമ്മയും വന്ന് കൃപാസനത്തിലെ അഖണ്ഡ ജപമാലയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നവംബർ മാസത്തിൽ ഞങ്ങളുടെ ബാക്കിലത്തെ 3 സെൻറ്റ് സ്ഥലം ചേട്ടൻ ഒരു വ്യക്തി സ്ഥലം കച്ചവടമാക്കി. അങ്ങനെ ഞങ്ങളുടെ കടബാധ്യത 60 ലക്ഷം ബാധ്യത ആ ചേട്ടൻ ഏറ്റെടുത്ത് ജപ്തിയിൽ നിന്നും മാറ്റം തന്ന് അനുഗ്രഹിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ്. എൻ്റെ ഹസ്ബൻഡ് മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 17 വർഷം സർവീസ് ചെയ്തു. അതിനുശേഷം വന്നപ്പോൾ പെൻഷൻ്റെ ശമ്പളം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടിയിലെടുത്ത് പ്രാർത്ഥിച്ചു. അമ്മ മാതാവിൻ്റെ പേടകത്തിൽ വന്ന് നിയോഗം സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അപ്പം തന്നെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു, പെൻഷൻ ശരിയായി എന്ന് പറഞ്ഞ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പിന്നെ ഞങ്ങൾക്ക് പെൻഷൻ ശരിയാക്കി തന്നു. പിന്നെ എനിക്ക് 2 പെൺമക്കളാണ്. അപ്പോൾ മൂന്നാമതൊരു ആൺകുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ പിറ്റത്തെ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലവും ഉപ്പും വയറിലും ശരീരത്തിലും തേച്ച് പിടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അമ്മ മാതാവ് എനിക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ നാലാമത് പറയുന്നത്, ഞങ്ങൾ രാത്രിയിൽ പപ്പയുടെ ബർത്ത്ഡേ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ കണ്ണടഞ്ഞു പോയി. അപ്പോൾ തന്നെ വണ്ടി ഡിവൈഡറിൽ കയറിപ്പോയി. അങ്ങനെ വണ്ടി തിരിഞ്ഞു. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ കൃപാസന മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. കൃപാസന മാതാവിനും അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അത് ഞാൻ ഉടമ്പടി പത്രവും ലോക്കറ്റും എപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ എപ്പോഴും ഞാൻ ധ്യാനങ്ങളും ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ എല്ലാ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അവിടെ വീടിൻ്റെ അടുത്തും പിന്നെ രോഗികളായവരെ സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ വസ്ത്രങ്ങളൊക്കെ പാവങ്ങൾക്കൊക്കെ കൊടുത്തിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലുള്ളത് എന്തായാലും അതൊക്കെ പാവങ്ങൾക്കൊക്കെ കൊടുത്ത് സഹായിക്കുമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും കൃപാസന മാതാവിനോടും അടുത്ത് പ്രാർത്ഥനയിലൊക്കെ അടുത്ത് വന്ന് ഇരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞാനും പിള്ളേരും പറമ്പിക്കൂടെ നടക്കുമ്പോൾ അമ്മയെ മഴവില്ലിൻ്റെ രൂപത്തിൽ കണ്ടു. അതിന് അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ 1000 നന്ദി പറയുന്നു. 1 യോഹന്നാൻ 4:4. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പ്രിയമുള്ളവരെ, ഈ സഹോദരി നമ്മോട് പറഞ്ഞത് അവർക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്.
അപ്പൻ്റെ സാക്ഷ്യം അപ്പനാണ് ഇവിടെ നിൽക്കുന്നത്. 2 പെൺമക്കളുണ്ട്. അവരെ കെട്ടിച്ചയക്കാൻ സാമ്പത്തികമൊന്നുമില്ല. അവർക്ക് വേണ്ടിയിട്ട് 60 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അത് കൊടുക്കാനൊരു വഴിയുമില്ല. അങ്ങനെ ജപ്തിയുടെ വക്കിൽ വന്നപ്പോൾ ഇവരുടമ്പടി എടുത്തതിന് ശേഷം ഒരു വ്യക്തി വന്ന് ആ പൈസ അവർക്ക് കൊടുത്തു. ഈ അപ്പൻ്റെയും അമ്മയുടെയും കാലശേഷമേ ആ സ്ഥലം അവരുടെ പേരിലാക്കി എടുക്കുകയുള്ളൂ. 3 സെൻറ്റ് സ്ഥലം. അതിൻ്റെ പൈസ ഇപ്പോഴൊന്നും കൊടുക്കണ്ട തിരിച്ച്. ആ പൈസ ഇവർക്ക് ബാങ്കിൽ കൊടുത്ത് ജപ്തിയിൽ നിന്ന് അവർ ഒഴിവാക്കിയെന്ന് അവർ പറയുകയുണ്ടായി. ഇതാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്ന വലിയ അനുഗ്രഹം. ഉടമ്പടിയെടുത്ത് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. അഖണ്ഡ ജപമാലയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. അവിടെ ഒരു വ്യക്തിയിലൂടെ ആ ജപ്തിയിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ് മാതാവ്. പരിശുദ്ധ അമ്മയുടെ സ്നേഹം ഇതാണ്. ഉടമ്പടി എടുക്കുന്നവരെ ഒരിക്കലും അമ്മ കൈവിടത്തില്ലെന്ന് ഇവരിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. പിന്നീട് ജീവിത പങ്കാളിയുടെ പെൻഷൻ കിട്ടുന്നില്ല. വളരെയധികം വേദനയിലാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്. അവരെ സംരക്ഷിക്കണം. അതിനുള്ള സാമ്പത്തികം ഒന്നുമില്ല. അമ്മ അവിടെയും ഇടപെട്ടു. അമ്മ പരിശുദ്ധ അമ്മ ഇങ്ങനെ ഉടമ്പടി എടുത്തവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന അമ്മയാണെന്ന് നമുക്ക് ഇവരിലൂടെ വെളിപ്പെടുത്തി തരികയാണ്. ആ പെൻഷൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വാഗ്ദാന പേടകത്തിൽ അവർ ആ നിയോഗം സമർപ്പിക്കുന്ന സമയത്ത് ഫോൺ മെസ്സേജ് വന്നെന്ന്. എന്ത് കരുതലല്ലേ അമ്മയ്ക്ക്. അവരുടെ ദുഃഖത്തിൽ അമ്മയ്ക്ക് വളരെയധികം കരുതൽ കൊടുക്കുന്നു. അതാണ് ഉടനെ തന്നെ ആ പെൻഷൻ പൈസ കിട്ടി. പിന്നീട് അവർക്ക് 2 പെൺകുട്ടികളാണ്. ഒരു ആൺകുഞ്ഞിനെ വേണമെന്ന് അമ്മയോട് പറഞ്ഞു. അമ്മ താമസിപ്പിച്ചില്ല. അത് ഉടനെ സാധിച്ചു കൊടുത്തു. ഇത്രയും വലിയ അനുഗ്രഹം തരുന്ന അമ്മയെ നമ്മൾ എങ്ങനെയാണ് സമയത്തിൻ്റെ അമ്മയെന്ന് വിളിക്കാത്തത്? എങ്ങനെയാണ് സഞ്ചാരി അമ്മയെന്ന് വിളിക്കാത്തത്? എങ്ങനെയാണ് വന്നു ചെയ്തു തരുന്ന അമ്മയെന്ന് വിളിക്കാത്തത്? നമ്മുടെ അമ്മ ജീവനോടുകൂടി അൾത്താരയിലിരിക്കുക. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തരും. നിങ്ങൾ ഉടമ്പടിയിൽ ശ്രദ്ധയോടുകൂടി ചെയ്താൽ മതി. അത് കൃത്യമായി ചെയ്താൽ മതി. അമ്മ ഒരിക്കലും കൈവിടത്തില്ല എന്ന് ഈ കുടുംബം നമ്മളോട് പറയുകയുണ്ടായി. പിന്നീട് ഒരിക്കലും ഒരു അപകടം വന്നു. അവരുടെ കയ്യിൽ കൃപാസന പത്രമുണ്ടായിരുന്നു. അവർ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് വരുന്ന വഴിക്ക് ഒരു വണ്ടി പെട്ടെന്ന് മറിയുകയുണ്ടായി. മറിഞ്ഞിട്ട് ഒരു അപകടവും പറ്റിയില്ല. വണ്ടിക്ക് പറ്റിയില്ല, ഈ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും അപ്പനും ഒന്നും പറ്റിയില്ല. അവരുടനെ വിളിച്ച് അമ്മയെ, പരിശുദ്ധ അമ്മയെന്നൊന്ന് വിളിച്ചതേ ഉള്ളൂ. അവിടെ പറന്നെത്തി. ഇതാണ് ചിറക് വെച്ച അമ്മ. പറന്നെത്തും. നിങ്ങൾ വിളിക്കണ വിളിപ്പുറത്തെത്തുന്ന അമ്മയാ. ഉടമ്പടി എടുത്തു കഴിഞ്ഞവർക്ക് കൊടുത്ത ഈ വലിയ കൃപയ്ക്ക്, ഈ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് കോടാനകോടി നന്ദി പറയുന്നു. അമ്മ വഴി ഈശോയ്ക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് അമ്മയ്ക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.